ഒരു കുളം വൃത്തിയാക്കിയ കഥയാണ്. ചെറിയ കുളമല്ല, 2.5 ഏക്കർ വരുന്ന വലിയ കുളം. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിലെ നെല്ലിക്കുത്താം കുളമായിരുന്നു SKSSF സന്നദ്ധ സേവന വിഭാഗമായ നീലപ്പട വിഖായ പ്രവർത്തകർ ശുചീകരിച്ചത്. പ്രദേശത്തെ വലിയ ജലസ്രോതസ് പിന്നീട് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ഉപയോഗശൂന്യമായി. അതിനിടയിലാണ് 250ഓളം വിഖായ പ്രവർത്തകർ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഫൈബർ ബോട്ട് ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളുമായി പഴയന്നൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിഖായ പ്രവർത്തകർ സ്വയം മറന്നിറങ്ങിയപ്പോൾ അഴുക്ക് നിറഞ്ഞിരുന്ന നെല്ലിക്കുത്താം കുളം ഉച്ചയായപ്പോഴേക്കും തെളിനീർ ഉറവയായി മാറി. തങ്ങൾ കഴിഞ്ഞ ദിവസം വരെ കണ്ട കുളം തന്നെയാണോ ഇതെന്നായി പിന്നീട് നാട്ടുകാർ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് SKSSF സന്നദ്ധ സേവന വിഭാഗമായ വിഖായ പ്രവർത്തകരുടെ ഫോണുകളിലേക്ക് ഒരു സന്ദേശം എത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ എന്ന പ്രദേശത്ത് പൊറ്റ എന്ന ഗ്രാമത്തിൽ വലിയ ഒരു കുളം ഉപയോഗശൂന്യമായി കിടപ്പുണ്ട്. അതൊന്ന് വൃത്തിയാക്കണം. അത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതിലേക്ക് എത്താൻ കഴിയുന്നവരെല്ലാം ഈ ഗ്രൂപ്പിൽ സ്വയം ചേരുക എന്ന വാട്സാപ്പ് സന്ദേശമായിരുന്നു അത്. സന്ദേശം എത്തിയ നിമിഷം ഗ്രൂപ്പിൽ പ്രവർത്തകർ സജീവമായി. 250ലധികം പ്രവർത്തകർ സ്വയം സന്നദ്ധരായി. 2.5 ഏക്കറിലധികം വരുന്ന കുളം എങ്ങനെ വൃത്തിയാക്കുമെന്ന ചർച്ചയായി പിന്നീട്. അതിൽ എന്തെല്ലാം സാധന സാമഗ്രികൾ വേണം, എങ്ങനെ അവിടേക്ക് എത്തും തുടങ്ങി നിരവധി ചർച്ചകൾ. പിന്നെ പഴയന്നൂരിലേക്കുള്ള യാത്രയാണ്. മുദരിസുമാർ, ഖതീബുമാർ, മത്സ്യക്കച്ചവടക്കാർ മുതൽ പെയിന്റ് പണിക്കാർ, മരം മുറിക്കാർ, കടലിൽ പോകുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, ഡ്രൈവർമാർ, കടകളിൽ ജോലി ചെയ്യുന്നവർ, സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്നവർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വലിയൊരു നിര തന്നെ തയ്യാറായി പുറപ്പെട്ടു. സ്വന്തം വാഹനങ്ങളിലും ബസ്, ട്രെയിൻ തുടങ്ങിയ ഗതാഗത സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയും ആ കൊച്ചു ഗ്രാമത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും കർണാടകയിൽ നിന്നും പ്രവർത്തകർ ഒഴുകിയെത്തി. അതിനിടെ നേരിട്ട തടസ്സങ്ങളൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. രാവിലെ മുതൽ പ്രവൃത്തി ആരംഭിച്ചു. അതിനിടെ കനത്ത മഴയെത്തി. പക്ഷേ ആ മഴയൊന്നും അവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. ഫൈബർ ബോട്ടുകളും അത്യാധുനിക സംവിധാനങ്ങളുമായി അവർ പ്രവൃത്തി ആരംഭിച്ചു. പ്രത്യേക പായൽ ജലാശയത്തിന് മുകളിൽ പരന്നു കിടന്നതിനാൽ വെള്ളം കാണാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു കുളത്തിൽ. തോളോട് തോൾ ചേർന്ന്, മെയ്യോട് മെയ് ചേർന്ന്, കാലോട് കാൽ വെച്ച് പരസ്പരം സഹായിച്ചും സഹകരിച്ചും അവർ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ഉച്ചയോടെ തെളിനീര് കണ്ടു. പൊറ്റഗ്രാമവും ഗ്രാമവാസികളും ആനന്ദപുളകിതരായി. മുൻപും ഇതുപോലൊരവസ്ഥ വന്നപ്പോൾ 8 ലക്ഷം രൂപ മുടക്കിയാണ് കുളം ശുചീകരിച്ചിരുന്നത്. വിഖായ പ്രവർത്തകരുടെ അച്ചടക്കവും അർപ്പണബോധവും ആ പ്രദേശത്തുകാരിൽ അത്ഭുതമുളവാക്കി. വിഖായയുടെ പ്രവർത്തനം നേരിൽ കാണാൻ ധാരാളം ആളുകൾ തന്നെ എത്തി. 2018 കോഴിക്കോട്ടെ കനോലി കനാൽ ശുചീകരിക്കാൻ വിഖായ രംഗത്ത് വന്നതും, പാലക്കാട്ടെ ടിപ്പു സുൽത്താൻ കോട്ടയിലെ കിടങ്ങ് ശുചീകരിച്ചതും, കോഴിക്കോട്ട് തന്നെയുള്ള മുണ്ടക്കൻ തോടും ശുചീകരിച്ചതും വലിയ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. മടിച്ചു നിൽക്കാതെ നമുക്ക് ഈ പ്രവർത്തകരെ മുക്തകണ്ഠം പ്രശംസിക്കാം. നെല്ലിക്കുത്താംകുളം ശുചീകരണ പ്രവൃത്തി രാവിലെ 9 മണിക്ക് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹചാരി വർക്കിംഗ് ചെയർമാൻ സൽമാൻ ഫൈസി തിരൂർക്കാർ അധ്യക്ഷനായിരുന്നു. മഹല്ല് പ്രസിഡന്റ് അസനാർ ഹാജി, സെക്രട്ടറി KK അബ്ബാസ്, KA കബീർ, വിഖായ സംസ്ഥാന കൺവീനർ റഷീദ് ഫൈസി കാളികാവ്, കോർഡിനേറ്റർ ഫൈസൽ നീലഗിരി, വർക്കിംഗ് കൺവീനർ സാദിഖ് ആനമൂളി, സംസ്ഥാന സമിതി അംഗങ്ങളായ സലാം തൃശൂർ, ഇബ്രാഹിം അസ്ഹരി കാസർഗോഡ്, അഷ്റഫ് ദക്ഷിണ കന്നഡ, മുസ്തഫ ദക്ഷിണ കന്നഡ, ഹനീഫ കംളക്കാട്, റിയാസ് പള്ളിപ്പുറം, ബഷീർ മുത്തൂർ, വാർഡ് മെമ്പർ ഹംസ, റഫീഖ് ഒറ്റപ്പാലം, സിറാജ് തന്നല, ഷഹീർ ദേശമംഗലം, ഹമീദ് മൗലവി, ഷുഹൈബ്, MSM ഹാജി, അൽ അമീൻ, ഷാഫി ഫൈസി, ഹുസൈൻ ദേശമംഗലം, KK സാദിഖ്, KA ഇബ്രാഹിം, അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഉണ്ണി, അസറുദ്ദീൻ, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.